ഹലോ ഗൈസ്, പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. നേരെ കുളിച്ചൊരുങ്ങി വേറെ എങ്ങോട്ടുമല്ല, ക്ഷേത്രത്തിൽ പോകാനാണ്. തമിഴ്നാട് ക്ഷേത്രത്തിൽ, തമിഴ്നാട് 2 ഫേമസായ ക്ഷേത്രത്തിൽ പോകാൻ പ്ലാനിട്ട്. ഏതൊക്കെ ക്ഷേത്രമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ചേട്ടനുണ്ട്, വേറെ ചേട്ടനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഇനിയുള്ള വീഡിയോസ് ഇതായിരിക്കും, ഇങ്ങനെ ഇരിക്കാൻ സാധ്യതയുള്ളൂ. എൻ്റെ മൈക്കും കുറച്ച് കാര്യങ്ങൾ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതായിരിക്കും കാര്യങ്ങൾ. സെറ്റിങ്സ് മാറിക്കിടക്കുകയാണ്. ഇതുകൊണ്ടാണ് ഈ കളർ വ്യത്യാസം. ഇത് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നു പുള്ളിക്കാരനെ. ഏകദേശം കുറച്ച് ദൂരമുണ്ട്. നമ്മൾ 40-50 വിളിച്ചാണ് പോകുന്നത്. പുള്ളിക്കാരൻ്റെ വണ്ടി ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളായിട്ടാണ് പുള്ളി പയ്യെ പോകുന്നത്. ഹൈവേയിൽ പാട്ടും പാടി ഇങ്ങനെ പോകുന്നുണ്ട് സൗണ്ടിട്ടാണ്. നമ്മൾ ഒരു ടെൻഷനും ഇല്ലാതെ കൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ റെയിൻകോട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. റെയിൻകോട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ലോങ് പോകുമ്പോൾ നമ്മൾ ഈ സാഹചര്യം പറയുന്നില്ല, അതാണ് പ്രശ്നം. നമ്മൾ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നല്ലൊരു മഴ കിട്ടി. ഏകദേശം കുറേ ദൂരം പോയി ഇപ്പം തന്നെ നല്ലൊരു മഴ. ഹൈവേ ട്രിവാൻഡ്രം കഴിഞ്ഞ് ചാക്ക സൈഡ് എത്തിയപ്പോൾ നല്ല മഴ കിട്ടി, നല്ലൊരു മഴ കിട്ടി. ഇങ്ങോട്ട് കൂട്ടാൻ പോകണം. പുള്ളിക്കാരൻ പോയി പാസ് ചെയ്ത് പോയി. അത് ഞാൻ പയ്യെ ചില പറ്റ കൈ കൊടുക്കും, ചില സമയത്ത് മഴയുണ്ട്, ഇങ്ങോട്ടൊക്കെ കൂട്ടിയിട്ട് പോകുമ്പോൾ അതാണ് കാര്യം. ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ടുള്ള വിഷ്വൽസ് ഈ പാട്ടുകളൊക്കെ കാണിച്ചത്. തിരുവല്ലം ചെക്ക് പോസ്റ്റാണ്. അതിൻ്റെ റെയിൻകോട്ട് ഇട്ടപ്പം മഴ പോയി. അത് ഇതുവരെ ഒരു മഴ ഇവിടെ റോഡുണ്ട്, മഴ ഒന്നും സാധനമില്ല. ഹൈവേ റോഡ് ഇങ്ങനെ പിടിച്ചു പോവുക 50 അങ്ങനെ പോയി. ഞാൻ ഇപ്പം റെയിൻകോട്ട് വരാൻ വേണ്ടി കുറച്ച് തന്നെ അത് ഉണങ്ങാമല്ലോ. ഇങ്ങനത്തെ സാധനങ്ങൾ മൊത്തത്തിൽ ചെയ്തിട്ടല്ലേ പോകുന്നത്. ഇങ്ങനെ ഏകദേശം തമിഴ്നാട് എത്താറായി. അപ്പോഴാണ് റോഡ് കണ്ട മിന്നിമിന്നായിട്ട് കത്തുന്നത്. അത് ഫ്ലാഷാണ് കേട്ടോ സംഭവം. ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് രാത്രി ഈ സമയത്ത് ഈ ട്രിവാൻഡ്രത്ത് നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്ന ആദ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൽ കൂടി ഞാൻ പോയിട്ടുണ്ട്. ഈ റോഡ് എന്ന് പറയണത് ഒരു ഇൻ്റർലോക്ക് സിമെൻറ്റ് കോൺക്രീറ്റ് ഇട്ട സെറ്റപ്പാണ്. അതാരെങ്കിലും പോയിട്ടുണ്ട് കൊണ്ടതായിരുന്നു തമിഴിലോട്ട്. അത് രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതിലൊരു ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഫ്ലാഷ് ലൈറ്റ് കാണാൻ രസമുണ്ട്, നല്ല ഭംഗിയാണ്. അതിൽ റോഡും ഏതാണെന്ന് പോലും അറിയാൻ പറ്റില്ല. അത് നൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അറിയാം. അതാണ് ഇങ്ങനെ പറയാൻ കാരണം. ഇതാണ് നല്ല രസമുണ്ട്. ലൈറ്റും കണ്ടു പോകാൻ രസമുണ്ട്, കണ്ടുകൊണ്ട് പോവാം. നമ്മൾ സാധാരണക്ക് പോയ നല്ല ഹൈവേ റോഡാണ്. അത് ഹൈവേ റോഡിൽ വയ്ക്കുന്ന നല്ല ഇതാണ്. തമിഴ്നാട് കയറി അങ്ങോട്ട് പോകാൻ വെറും 19 ആണ്. ഇതുവരെ മാപ്പിട്ട് പോകാൻ തുടങ്ങി. ആദ്യമാണ് അമ്പലത്തിൽ പോകുന്നത്. ചായ എപ്പോഴാണ് കുടിച്ചത്? ചായ അങ്ങനെ തമിഴ്നാടെത്തി. തമിഴ്നാട് റോഡ് കണ്ടാകുന്നുണ്ടല്ലോ.
ഇത് കൈവിട്ട് പോണ വേറൊന്നുമില്ല. വണ്ടി ഓട്ടോമാറ്റിക് ആക്ട് ജസ്റ്റ് കൊടുത്തപ്പോൾ തന്നെ വണ്ടി ഓട്ടോമാറ്റിക് പോകും. അത് ഇപ്പം മഴയാകുമ്പം വണ്ടി ഓട്ടോമാറ്റിക് റൈസ് ആകുന്നത് ആ ഹാൻഡിൽ വല്ല റൈസ് വെച്ചുകൊണ്ടാണെന്ന് വെച്ചറിയാം. പണ്ട് ഞാൻ ഇത് ഹാൻഡ് വെച്ച സമയത്ത് വേറൊരു റൈസറാണ് വേറൊരു കേബിളായിട്ടില്ല. അത് ഏത് കേബിളെന്ന് അറിയാൻ പറ്റും. ഇതിൻ്റെയാണ് സ്പെൻഡറിനകത്ത് യൂസ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ പറയാം. ആ ഓട്ടോമാറ്റിക് റൈസർ മഴയ സമയത്താണെങ്കിൽ പിന്നെ നോക്കണ്ട, നല്ല രീതിയിൽ റൈസായിട്ടങ്ങ് നിൽക്കും. ഈ റോഡ് തമിഴ്നാട് റോഡ് മനസ്സിലായല്ലോ, NH റോഡാണത്. ആ റോഡാണ് ഇപ്പോൾ രണ്ട് കുഴിയും കാര്യങ്ങളൊക്കെ തന്നെ. കൈ കൊടുത്ത വണ്ടി കൈ കൊടുക്കേണ്ട ആവശ്യമില്ല, ചില സമയത്ത് ഓട്ടോമാറ്റിക് വെക്കുള്ളൂ. അതാണ് റോഡ്. ഇതാണ് ഫസ്റ്റത്തെ അമ്പലം. ഇതൊരു കൊട്ടാരം കണക്കുള്ള ഒരു അമ്പലമാണ്. പേര് താഴെ വലിയൊരു സ്ഥലം. ഇതിനകത്ത് വണ്ടി പാർക്ക് നമ്മുടെ 2 ടിക്കറ്റ് പാർക്ക് ഒക്കെ എഴുതിട്ട് പോയി. പിന്നെ ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇതാണ്. ഓക്കെ, പിന്നെ അമ്പലത്തിനകത്ത് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ സൈഡ് വ്യൂ ആണ്. ഇത് ഫ്രണ്ടാണ്, ഇത് കയറുന്നതിൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ കണ്ണിൽ ഇത് മഴയായിട്ട് തോന്നുന്നു. ഈ ക്യാമറയിൽ മഴ ഉണ്ടോന്ന് അറിയാൻ പറ്റില്ല. മഴ കിട്ടൂലല്ലേ. രണ്ടാമത്തെ അമ്പലം കൽക്കുളം ശിവക്ഷേത്രം. ഇത് ശിവാലയത്തിന്റെ 7ാമത്തെ കുളമൊക്കെ മോശമായിട്ട് കിടക്കുകയാണ്. അത് നല്ല ആഴവും കാര്യങ്ങളും ഈ കുളത്തിൽ. നല്ല ഭംഗിയാണ്. അത് വേറെ ലെവല് ഗാനമാണ്. അത് അവിടെ പോയി കാണാം. അതാണ് വേറെ. ഇവിടെ കുഴങ്ങന്മാരും ഉണ്ട്. കണ്ടോ, വീട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം പോയി വീഴത്തപ്പന്മാരിപ്പം കളഞ്ഞു. പിന്നെ വണ്ടി എവിടെയൊക്കെ പാർക്ക് ചെയ്തേക്കണം. ഹെൽമെറ്റ് ഇങ്ങനെ സേഫാണ് തോന്നുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു, എനിക്കറിയാൻ വയ്യ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ അകത്ത് കയറുമ്പോഴാണ് ആ അമ്പലത്തിൻ്റെ ആ ഫീല് മനസ്സിലാവുന്നത് കേട്ടോ. ഇതുണ്ടോ, എല്ലാം കല്ലിലും ഉണ്ടാക്കി വെച്ചേക്കണം. ഫുൾ അമ്പലത്തെ ഫുള്ളും. ഇത് ഔട്ടാണ്. ഇവിടെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. അകത്ത് കയറുമ്പോൾ അതും മറ്റമ്പലം കണക്ക് തന്നെ ചെയ്യും. ഇതേപോലെ ഗോപുരം ഒക്കെ ഉണ്ട്. വിഷയമില്ലാത്ത സ്ഥലം. ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ട് ഞാൻ വരുന്നത്, അപ്പം അതുകൊണ്ടുള്ള ഇതുണ്ട്. അപ്പം ഇനി അധികം ഇതാണ് 10,000 കൊട്ടാരം. വേറെ അമ്പലത്തിൽ പോകുന്ന വഴിയാണ്. ഇവിടെ ജിക്ക് റേഞ്ചില്ല കേട്ടോ, റേഞ്ചും സാധനമില്ല, വളരെ ശോഭം. നെക്സ്റ്റ് അമ്പലത്തിൽ പോകണം. ആ മല ഒക്കെയാണ് ഇഷ്ടമില്ലാത്ത താമസം. ആ വീഡിയോ ഓപ്പറ എടുക്കുന്നുണ്ട്. ഓപ്പറയിൽ ചാർജില്ല, അതാണ് ഫോൺ എടുക്കുന്നത്. ഇതാണ് കാട് ഏരിയ. ഈ സ്ഥലത്തൊക്കെ ഒരു ഓഫ് റോഡ് സ്ഥലമുണ്ട്. ഈ റോഡ് ഉണ്ടോ, റോഡ് പോയ ഓഫ് റോഡ് പോകാം. ഇതൊരു കുന്നിൻ്റെ വണ്ടിയില്ല, അവിടെ തന്നെ കയറുന്ന സ്ഥലമാണ്. ഇവിടെ ആളില്ലാത്തതുകൊണ്ട് പോയില്ല. അതാണ്ട് തിരിച്ച് കണ്ടതുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരെന്തരണ? വള്ളിച്ചുനി ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഹില്ലെന്ന് എഴുതിയിട്ടുണ്ട്. അഡ്രസ്സും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്.
ഗൈസ് അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഫുഡും കഴിച്ച് അവിടുത്തെ ഫുഡ് ചപ്പാത്തി ദോശ മാത്രമേ ഉള്ളായിരുന്നു. പൊറോട്ട അത്ര കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പോയി. കണ്ടേ ഈ സാധനം കണ്ടേ, മീനിൻ്റെ അകത്ത് വയ്ക്കുന്ന സാധനമുണ്ട്, അത് ഞാൻ കൊണ്ട് കളഞ്ഞു. അത് ഞാൻ ബാഗിനകത്ത് അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് ബാഗിനകത്ത് വെക്കാൻ പറ്റി. ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു, ഫോണിൽ ഷൂട്ട് ചെയ്യാനേ പറ്റി. പ്രോപ്പറെ ഷൂട്ട് ചെയ്യാൻ പറ്റും, വോയിസ് ഒന്നും കേൾക്കുന്നില്ല. അതാണ് ഇങ്ങനെ മറ്റേ ഹൈവേയിലേക്ക് നല്ലൊരു ദൂരമുണ്ട്. ഇവിടുന്ന് മാള് വരെ തന്നെ 40 കിലോമീറ്ററാണ്. വീട് വരെ പോകണമെങ്കിൽ എന്നെ അങ്ങനെ പോയാലും ഒരു 25-26 കിലോമീറ്ററാണ്. ഇപ്പം എത്ര ഉള്ള വീഡിയോസ് ഈ ഷോർട്ട് ഇടാണോ ഉദ്ദേശിക്കുന്നത്. ഇനി ഷോർട്ടാണോ ലോങ് ആണോ നോക്കുമ്പോൾ അറിയാം. കളി ഇന്ന് വരും ഇന്നത്തെ വീഡിയോ ഇട്ട്